ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്ലീച്ച് സീരീസിലെ ഹോളോസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഹോളോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ആയതെന്നും ഹോളോസ് എങ്ങനെയാണ് പിന്നീട് അരങ്കാസ് ആയിട്ട് മാറുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബ്ലീച്ച് ഫാൻസ് വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ സോൾ റീപ്പേഴ്സ് അല്ലേ, അവർ സോൾ റീപ്പേഴ്സ് ആവുന്നതിന് മുൻപ് ഒരു ഹ്യൂമൻ ആണ്. ഹ്യൂമൻസിന്റെ ആ ഒരു സ്പിരിച്വൽ പ്രഷറും കാര്യങ്ങളൊക്കെ വെച്ചാണ് പിന്നീട് അവർ സോൾ റീപ്പേഴ്സ് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഹോളോസും. ഹോളോസ് ആവുന്നതിന് മുൻപ് അവരൊരു ഹ്യൂമൻ ആണ്. ഹ്യൂമണിൽ നിന്നാണ് ഹോളോസും ക്രിയേറ്റ് ആകുന്നത്. നോർമലായി ഒരു ഹ്യൂമൻ വേൾഡിൽ ഒരാൾ മരിച്ചു പോയാൽ ആ ഒരു സോൾ അല്ലെങ്കിൽ ആത്മാവ് സോൾ സൊസൈറ്റിയിലേക്ക് പോകും. എന്നാൽ ചില സോൾസ് ആണെങ്കിൽ സോൾ സൊസൈറ്റിയിലേക്ക് പോകാതെ ഹ്യൂമൻസിന്റെ കൂടെ ചുറ്റിപ്പറ്റി നടക്കും. അങ്ങനെ ആ ഒരു സോൾസ് ആണെങ്കിൽ പതിയെ ഒരു ഹോളോ ആയിട്ട് മാറും. അങ്ങനെ ആ ഒരു സോള് ഹോളോ ആയിട്ട് മാറി മറ്റുള്ള ഹ്യൂമൻസിന്റെ സോള് അബ്സോർബ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ ഒരു ഹ്യൂമൻ മരിച്ചു കഴിഞ്ഞ് പിന്നീടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോഴാണ് ആ മരിച്ചുപോയ സോള് പതിയെ ഒരു ഹോളോ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയി പറയാം. ഈ ഒരു ബ്ലീച്ച് സീരീസിൽ ഒറിഹിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രമുണ്ട്. ഈ ഒരു ഒറിഹിമയുടെ ബ്രദർ മരിച്ചതിന് ശേഷം നമ്മുടെ ഒറിഹിമയാണെങ്കിൽ മറ്റുള്ളവരോട് അധികം സംസാരിക്കാറില്ല, ആരോടും അധികം കൂട്ടുകൂടാറില്ല. എപ്പോഴും തന്റെ ബ്രദറിനെ മാത്രമാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. തന്റെ ബ്രദറിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ ഉർഹിമയ്ക്ക് പിന്നീട് നല്ല ഫ്രണ്ട്സിനെ കിട്ടുകയും തന്റെ ബ്രദർ മരിച്ചുപോയ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് പതിയെ ഒരു നോർമൽ ലൈഫിലേക്ക് വരുന്നു. എന്നാൽ ഈ സമയം എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉർഹിമയുടെ ബ്രദറിന് സോളില്ലേ, പുള്ളിക്കാരന് പതിയെ മെന്റലി പെയിൻ വരാൻ വേണ്ടി തുടങ്ങും. കാരണം ഇത്രയും നാള് നമ്മുടെ ബ്രദറിനെ ഓർത്തിരുന്ന ഉർഹിമ തന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്നൊക്കെ ആലോചിച്ച് ഇമോഷണൽ ആകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ആ ഒരു ഉർഹിമയുടെ ബ്രദറിന്റെ സോള് പതിയെ നെഗറ്റീവായി ചിന്തിച്ച് ഒരു നെഗറ്റീവ് സ്പിരിറ്റായി മാറി ഒരു ഹോളോ ആയിട്ട് മാറുന്നു. അതിനുശേഷം ഒറിഹിമയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സോള് ഹോളോ ആയിട്ട് മാറാൻ കഴിയുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് ചിലപ്പോൾ 2 ദിവസം തൊട്ട് 2 വർഷം വരെ എടുക്കാം. ഈ ഒരു ഹോളോ ആകുന്ന സമയം നിർണ്ണയിക്കുന്നത് ആ ഒരു സോളിന്റെ ഇമോഷൻസ് ആണ്. എത്രത്തോളം സങ്കടവും ദേഷ്യവും തന്റെ ഉള്ളിലുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു സോള് പതിയെ ഹോളോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ ആയിട്ട് ഒരു സോള് ഹോളോ ആയിട്ട് മാറുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ ചെയിൻ ഓഫ് ഹെയ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മുടെ ഹ്യൂമൻസിന്റെ ബോഡിയിലുണ്ട്. ഇതൊരു വലിയ ചെയിൻ ആണ്. ഈ ഒരു ചെയിൻ ആണെങ്കിൽ ഹ്യൂമൻസിന്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു ചെയിൻ കട്ട് ചെയ്താൽ ആ ഒരു ഹ്യൂമൻ പെട്ടെന്ന് ഒരു ഹോളോ ആയിട്ട് മാറും. കൂടാതെ ആ ഒരു ചെയിനിന്റെ അറ്റമാണെങ്കിൽ പതിയെ മാഞ്ഞു പോകാനും തുടങ്ങും. അങ്ങനെ ആ ഒരു ചെയിൻ മറഞ്ഞു പോയി അവസാനം തന്റെ ഹാർട്ടിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് അവിടെ ഒരു ഓട്ട അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ടാകും. അങ്ങനെ ആ ഒരു ഹാർട്ട് വരുന്ന ഭാഗത്ത് ഒരു ഹോള് ക്രിയേറ്റ് ആയി അവിടെ ആ ഒരു എംപ്റ്റിനെസ് ക്രിയേറ്റ് ആയി അത് ഫില്ല് ചെയ്യാൻ വേണ്ടി മറ്റുള്ള സോൾസിനെ ഇവർ കഴിക്കാൻ വേണ്ടി തുടങ്ങും. അതായത് ഇവർ ഹ്യൂമൻ വേൾഡിൽ പോയി ഹ്യൂമൻസിന്റെ സോൾസ് കഴിക്കാൻ വേണ്ടി തുടങ്ങും. അതിൽ പ്രധാനമായിട്ടും ഇവർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ സോളാണ് ഇവർ കഴിക്കാൻ വേണ്ടി നോക്കുക. കാരണം ഹ്യൂമനായ സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ആൾക്കാരുടെ അടുത്താണ് ഈ ഒരു ഹോളോസ് ആദ്യമായിട്ട് പോവുക. അതായത് ഇവർ ആ ഒരു ഹോളോസ് കഴിക്കുന്നത് ഇവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വിശപ്പ് കൊണ്ടല്ല, ആ ഒരു എംപ്റ്റിനെസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഇവർ സോൾസിനെ കഴിച്ച് അവരുടെ ആ ഒരു ഹ്യൂമൻ സെൻസ് മുഴുവനായും നഷ്ടപ്പെട്ട് ഈ ഒരു ഹോളോസ് കൂടുതൽ സ്പിരിച്വൽ പ്രഷർ ഉള്ള ഹോളോസിനെ തപ്പി പോകാൻ വേണ്ടി തുടങ്ങും. അതായത് ഈ സമയമാകുമ്പോഴേക്കും ഇവർ പൂർണ്ണമായിട്ടും ഒരു മോൺസ്റ്റർ പോലെ ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോളോസിനെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു ചെസ്റ്റിലുള്ള ഹോൾ അല്ലെങ്കിൽ ഒരു ഓട്ടയാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവരെ സ്പെഷ്യലാക്കുന്ന മറ്റൊരു സംഭവമാണ് ഇവരുടെ ഹോളോ മാസ്ക്. നോർമൽ സോള് ഹോളോ ആയതിനു ശേഷം ഈ ഒരു ഹോളോസിന്റെ മാസ്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർ പഴയതുപോലെ ഒരു നോർമൽ സോൾ ആയിട്ട് മാറും. അതിനുശേഷം അവർ സോൾ സൊസൈറ്റിയിലേക്കും പോകും. എന്നാൽ ഇവർ ഹ്യൂമൻ ആയ സമയത്ത് ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്ത് ഒരു ഹോളോ ആയി മാറിയിട്ട് ആ ഒരു ഹോളോ മാസ്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സോള് പതിയെ ഹെല്ലിലേക്കാണ് പോകുന്നത്. ഈ സീരീസിലുള്ള സോൾ റീപ്പേഴ്സ് ഒരു ഹോളോസിനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു സോള് പതിയെ പ്യൂരിഫൈ ആയി സോൾ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ സീരീസിൽ ക്വിൻസി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഈ ഒരു ഹോളോസിനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോള് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അതുപോലെ തന്നെ ഈ ഒരു ഹോളോസ് ഇല്ലേ, ഈ ഒരു ഹോളോസ് നിൽക്കുന്ന ഒരു വേൾഡ് ഉണ്ട്. ആ ഒരു വേൾഡിന്റെ പേരാണ് ഹാക്കുമുണ്ടോ. ഈ ഒരു വേൾഡിൽ നിന്നും ഈസി ആയിട്ട് നമ്മുടെ ഹ്യൂമൻ വേൾഡിലേക്കും അതുപോലെ തന്നെ സോൾ സൊസൈറ്റി വേൾഡിലേക്കും ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് പോകാൻ സാധിക്കും. അത് നമ്മൾ സീരീസിൽ കണ്ടതുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഹോളോസിന്റെ എവല്യൂഷനെ കുറിച്ച് നോക്കാം. അതായത് ഹോളോസ് എങ്ങനെയാണ്
എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായല്ലോ. അങ്ങനെ ഈ ഒരു ഹോളോസ് എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള സോൾസിനെ കഴിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഈ ഒരു ഹോളോസ് ആണെങ്കിൽ ഓരോ സോൾസിനെ ഇങ്ങനെ കഴിച്ച് തങ്ങളുടെ ആ ഒരു വിശപ്പ് തീരാതെ ഹോളോസ് മറ്റുള്ള ഹോളോസിനെ കഴിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഹോളോസ് മറ്റുള്ള ഹോളോസിനെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം മിനോസ് ഗ്രാൻഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലിലേക്ക് മാറും. അതായത് ഈ ഒരു മിനോസ് ഗ്രാൻഡെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3 ടൈപ്പാണ് ഉള്ളത്. അതിലൊന്ന് ഗില്ലിയൻ, മറ്റൊന്ന് അതുജാസ്, പിന്നെ വാസ്റ്റോലോഡ്. ഇതിൽ ആദ്യത്തെ ഗില്ലിയൻസിനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ഹോളോസിനെ പോലെയല്ല, ഇവരെ കാണാൻ തന്നെ വ്യത്യാസമായിട്ടാണ് ഉണ്ടാവുക. എല്ലാവർക്കും ഏകദേശം ഒരേ രൂപമാണ്, ഇവരുടെ മാസ്കും ഒരേപോലെയാണ് ഉണ്ടാവുക. അങ്ങനെ ഈ ഒരു ഗില്ലിയനിൽ നിന്നും പതിയെ ഇവോൾവ് ആയിട്ട് അതുജാസ് ആയിട്ട് മാറും. ഒരു ഗില്ലിയൻ അതുജാസ് ആയി മാറിക്കഴിഞ്ഞാൽ മറ്റുള്ള ഗില്ലിയൻസിനെ ഇവന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഗില്ലിയനേക്കാൾ വളരെയധികം പവർഫുൾ ആവുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ അതുജാസ് ആയി മാറിയതിനു ശേഷം മറ്റുള്ള ഹോളോസിനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ പതിയെ പിന്നെയും ഒരു ഗില്ലിയനായിട്ട് മാറും. പിന്നെ ഗില്ലിയനിൽ നിന്നും അതുജാസ് ആയി മാറാൻ കഴിയില്ല. ഇനി ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് വാസ്റ്റോലോഡ്. ഇത് എങ്ങനെയാണ് ഈ ഒരു ഫോമിലേക്ക് മാറുന്നതെന്ന് കറക്റ്റായി പറയുന്നില്ല. എന്നാൽ ഈ ഒരു ഹോളോസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് വാസ്റ്റോലോഡ്. ഇപ്പോൾ നമ്മുടെ ഐസന്റെ എസ്പാഡ ഗ്രൂപ്പിലുള്ള 9 പേർ വാസ്റ്റോലോഡ്സ് ആണ്. ഈ ഒരു ബ്ലീച്ച് സീരീസിൽ ടോഷിറോ ഒരു സമയത്ത് പറയുന്നുണ്ട് 10 വാസ്റ്റോലോഡ്സ് ഈ ഒരു സോൾ സൊസൈറ്റിയിൽ വന്നാൽ സോൾ സൊസൈറ്റി മുഴുവനായും ഇല്ലാതാകുമെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ എന്താണ് എസ്പാഡാസ്? ഈ ഒരു എസ്പാഡാസ് എന്ന് പറയുന്നത് ഐസന്റെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരെയാണ്. അതായത് ഐസന്റെ കീഴിൽ നിൽക്കുന്ന ഹോളോസിനെയാണ് ഈ ഒരു എസ്പാഡാസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു വാസ്റ്റോലോഡ്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടമാണ് നമ്മുടെ അരങ്കാർസ്. അരങ്കാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് കേൾക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. നമ്മുടെ ഐസൻ ക്രിയേറ്റ് ചെയ്ത എസ്പാഡയിലുള്ള ആൾക്കാരില്ലേ, ഇവരെന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു മാസ്ക് ഇല്ലേ, അത് പൊട്ടിച്ചു കളയും. അങ്ങനെ ഈ ഒരു മാസ്ക് പൊട്ടിച്ചു കഴിഞ്ഞ് നമ്മുടെ സോൾ റീപ്പേഴ്സ് ചെയ്യുന്നത് പോലെ അവരുടെ എബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഇവരും കോപ്പി ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു മാസ്ക് ഇവർ പൊട്ടിച്ചു കളയുന്ന സമയത്ത് ഇവർക്കും ആ ഒരു ഹ്യൂമൻ ഫോം കിട്ടും. ഇതാണ് അരങ്കാർസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ഹോളോസിനും ആ ഒരു ഓട്ടയുള്ളത് ചെസ്റ്റിനാണെന്ന്. എന്നാൽ നമ്മുടെ അരങ്കാർസിനാണെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും ഈ ഒരു ഹോൾ ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലീച്ച് സീരീസിലെ ഹോളോസിനെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതുപോലുള്ള ബ്ലീച്ച് വീഡിയോസ് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.